ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുവാണല്ലോ നമ്മുടെ ഈ വീഡിയോസിൽ ഇങ്ങനെ എഴുതുന്നത്. അങ്ങനെ ഞാനും പഠിച്ചു ഗൈസ്. അപ്പം ഞാൻ കരുതി നിങ്ങൾക്ക് കൂടെ പറയാം. ഇതിനാദ്യം വേണ്ടത് ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പാണ്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് കിട്ടും. അതിൽ നമ്മൾ ആദ്യം പാറ്റേൺ സെലക്ട് ചെയ്യണം. നമുക്ക് പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അപ്പം നമുക്കൊരു ബ്ലാങ്ക് പേജ് കിട്ടും. അതിൽ നമ്മൾ ബ്രഷിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബ്രഷ് സെലക്ട് ചെയ്യും. പെൻസിൽ, പെൻ, കാലിഗ്രഫി, അങ്ങനെ പറഞ്ഞ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സ്റ്റൈൽസ് വരും. നമുക്ക് ഏത് ഫോണ്ടാണോ വേണ്ടത് അത് നമ്മൾ നോക്കി സെലക്ട് ചെയ്തെടുക്കുക. ഈ ബ്രഷ് ഐക്കണിൻ്റെ അടുത്ത് തന്നെ വേറെയും കുറച്ച് ഐക്കൺസ് ഉണ്ട്. ഒന്നുമില്ല, അങ്ങ് തൊട്ട് നോക്കി ഓപ്പൺ ചെയ്ത് സ്വന്തമായിട്ട് അങ്ങോട്ട് പഠിക്കുക, അത്ര തന്നെ. ഓരോന്ന് ഓപ്പൺ ചെയ്യുക, എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കുക. അതിൽ ഒപ്പാസിറ്റി ഉണ്ട്, സൈസ് കൂട്ടാനുണ്ട്, ഫ്ലോ ഉണ്ട്. പിന്നെ ടോപ്പിലായിട്ട് വേറെ ഒരു ഐക്കൺ ഉണ്ട്, അതിൽ കുറച്ച് കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതൊക്കെ പിന്നെ അൺലോക്ക് ചെയ്യേണ്ട വശമാണ്. അതൊന്നും പിന്നെ ഞാൻ ആ ഭാഗത്തോട്ടേ നോക്കിയിട്ടില്ല. ഈ ടോപ്പിലുള്ള 3 ഡോട്ട്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനുള്ള, ഓപ്പൺ ചെയ്യാനും, ഇമ്പോർട്ട് ചെയ്യാനും, എക്സ്പോർട്ട് ചെയ്യാനുള്ളൊക്കെ കുറച്ചുകൂടെ ഓപ്ഷൻസ് കിട്ടും. പിന്നെ ഇത് നമ്മുടെ ബ്രഷിൻ്റെ കളർ സെലക്ട് ചെയ്യാനുള്ളതാണ്. അതും നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ കളേഴ്സ് സെലക്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ഈ സ്ക്വയർ ബോക്സിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഈ സർക്കിൾ ഐക്കൺ അത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോഴത്തേക്കും കളർ എന്നും ടെക്സ്ചർ എന്നും പറഞ്ഞ് 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ കളർ ഓപ്ഷൻ കൊടുത്ത് നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ സെലക്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ഗ്രീൻ കളറാണ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ കളറും ബ്രഷിന് ബ്ലാക്ക് കളറുമാണ് സെലക്ട് ചെയ്തത്. ഇനി നമുക്ക് എഴുതി നോക്കാം. യെസ്, സംഗതി സക്സസ്. അങ്ങനെ ഞാനും എഴുതാൻ പഠിച്ചു. ഇനി മുകളിലുള്ള 3 ഡോട്ട് പ്രസ് ചെയ്യും. എക്സ്പോർട്ട് കൊടുക്കുക. എക്സ്പോർട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് സേവ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻസ് കിട്ടും. ഇതിൽ JPEG എന്നുള്ളത് മാറ്റി PNG എന്നുള്ള ഫോർമാറ്റ് തന്നെ കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ചെയ്തിടാനും മറക്കരുത്. എന്നിട്ട് എക്സ്പോർട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമ്മൾ ഏത് ആപ്പ് യൂസ് ചെയ്താണോ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അവിടെ പോവുക. അവിടെ പോയിട്ട് നമ്മൾ ഇമേജിൽ സേവ് ആയിട്ടുണ്ടായിരിക്കും നമ്മളിപ്പോൾ ഉള്ളത്. അതിനവിടെ കൊണ്ടുപോവുക, പേസ്റ്റ് ചെയ്യുക. നമുക്കിഷ്ടമുള്ള രീതിയിൽ സൈസ് കൂട്ടുക, കുറയ്ക്കുക, കറക്കുക, തിരിക്കുക, എന്താണെന്ന് വെച്ച് ചെയ്യുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്നും ഇഷ്ടമായെന്നും വിചാരിക്കുന്നു. എങ്കിൽ ഒരു ലൈക്ക് തന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.